റെസ്റ്റോറൻറ്റുകൾ ജി എസ് ടി വെട്ടിക്കുന്നുണ്ടോ? റെസ്റ്റോറൻറ്റുകൾക്ക് ജി എസ് ടി വെട്ടിക്കുന്നത് എളുപ്പമാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു സംശയമാണ്. 100 ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നു 100 Q&Aയിലൂടെ. ഞാൻ ഷമീർ ബഷീർ, പ്രാക്ടീസിംഗ് ടാക്സ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് അഡ്വൈസർ. നമുക്ക് ചുറ്റും കൂടുതലായി നമ്മൾ കാണുന്ന ഒരു ബിസിനസ്സാണ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റുകൾ. 20 ലക്ഷം രൂപയാണ് അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റ്. 20 ലക്ഷം രൂപ ക്രോസ് ചെയ്ത എല്ലാവരും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ 100 രൂപയുടെ ഒരു ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 105 രൂപ കൊടുക്കേണ്ടി വരും. 100 രൂപ പ്ലസ് 5% ജി എസ് ടി ആയിട്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ജി എസ് ടി വെട്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജി എസ് ടി വെട്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും ഏറ്റവും കൂടുതലായിട്ട് ജി എസ് ടി വെട്ടിക്കുന്ന ഒരു കൂട്ടിൽ നമുക്ക് റെസ്റ്റോറൻറ്റുകളെ പെടുത്താം. 2 തരത്തിലാണ് ജി എസ് ടി വെട്ടിപ്പ് നടക്കുന്നത്. ഒന്ന്, ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുന്ന ഒരു രീതി. അതായത് 20 ലക്ഷം രൂപ ക്രോസ് ചെയ്താലും 20 ലക്ഷം രൂപ ക്രോസ് ചെയ്തു എന്ന് തെളിയിക്കപ്പെടാത്ത രീതിയിൽ അവരുടെ പല അക്കൗണ്ടുകളിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്യും, പല മെത്തേഡിൽ ചെയ്ത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാതെ ബിസിനസ് കൊണ്ടുപോകുന്നു. ആ ബിസിനസ്സുകൾ ചെയ്യുന്നത് 100 രൂപയുടെ ഒരു ബിരിയാണി ആണെങ്കിൽ 100 രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് എന്ന് പറഞ്ഞൊന്നും വാങ്ങുന്നില്ല, ഗവൺമെൻറ്റില്ല, അവർ കൊടുക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കൂട്ടരാണ്, അവർ 100 രൂപയുടെ ബിരിയാണിയോടൊപ്പം 5 രൂപ ജി എസ് ടിയോടെ ചേർത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. പക്ഷേ അവരിത് അടയ്ക്കുന്നുണ്ടോ? ശരിക്കും അവരുടെ പർച്ചേസ് ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അൺരജിസ്റ്റേർഡ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്നാണ് അവർ പർച്ചേസ് നടത്തുന്നത്. ഉദാഹരണത്തിന് ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഇപ്പോൾ റൈസ് പോലുള്ള ഐറ്റംസ് ആണെങ്കിലും പലരും അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പർച്ചേസ് ട്രാക്ക് ചെയ്യുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പിങ്ങിലൂടെയൊക്കെ വരുന്ന എമൗണ്ടുകൾ മാത്രം അവർ അക്കൗണ്ട് ചെയ്യും. ബാലൻസ് ക്യാഷായി ലഭിക്കുന്ന എമൗണ്ട് ജി എസ് ടി ചാർജ് ചെയ്യാതെ ജി എസ് ടി ചാർജ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ജി എസ് ടി ചാർജ് ചെയ്യും. പക്ഷേ ആ ജി എസ് ടി അവർ അടയ്ക്കാതെ ഒഴിവാക്കുന്ന സ്ഥാപനങ്ങളും ഒരുപാടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 10 ലക്ഷം രൂപ ക്യാഷ് റെസിപ്റ്റ് അവർക്ക് ലഭിക്കുമ്പോൾ 10 ലക്ഷം രൂപ അവരുടെ സെയിൽസിൽ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 50,000 രൂപയുടെ ടാക്സ് ഒഴിവാക്കാൻ കഴിയും. അതായത് നമ്മുടെ കയ്യിൽ നിന്നും ടാക്സ് എന്ന പേരിൽ അവർ കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാതെ മാറ്റും. അതായത് ക്യാഷ് സെയിൽസിന് പ്രൂഫ് ഇല്ലല്ലോ, നമ്മുടെ ഗൂഗിൾ പേ ആയിട്ടോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ വെച്ച് പേ ചെയ്യുന്ന എമൗണ്ട് അവർ അക്കൗണ്ടിൽ വരുന്ന എമൗണ്ടുകൾ കാണിക്കും, പക്ഷേ ക്യാഷ് പോർഷൻ കാണിക്കാതെ വിടും. എല്ലാ ഹോട്ടലുകളും ഇങ്ങനെ ചെയ്യുന്നു ഞാൻ പറയുന്നില്ല, പക്ഷെ പലരും ഇങ്ങനെ ഒരു സമ്പ്രദായത്തിൽ ജി എസ് ടി വെട്ടിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിനോ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിനോ പിടിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഒരു എമൗണ്ട് ട്രാക്ക് ചെയ്യുന്നതിലും പ്രശ്നമുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി പേജ് ഒന്ന് ഫോളോ ചെയ്യുക.